സോ കേരളാസ് 2024 ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മോഡൽ ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻസ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ലിറ്റററി മൂവ്മെന്റ് ഈസ് വില്യം വേർഡ്സ്വർത്ത് അസോസിയേറ്റഡ് വിത്ത്. നമുക്കറിയാം വില്യം വേർഡ്സ്വർത്തുമായി ബന്ധപ്പെട്ട ലിറ്റററി മൂവ്മെന്റ് റൊമാൻറ്റിക് മൂവ്മെന്റ് ആണ്. വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് പറയുമ്പോൾ ലിറിക്കൽ ബാലഡ്സിന്റെ പബ്ലിക്കേഷനെ കുറിച്ചും അതുപോലെ വില്യം വേർഡ്സ്വർത്തും കോൾറിഡ്ജും എഴുതിയ പ്രിഫസിനെ കുറിച്ചും കമ്പോസ് ചെയ്ത ലിറിക്കൽ ബാലഡ്സിന്റെ പ്രിഫസിനെ കുറിച്ചും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ലിറിക്കൽ ബാലഡ്സ് 1798 പബ്ലിഷ് ചെയ്യുന്നത്. 1798 വില്യം വേർഡ്സ്വർത്തിൻ്റെയും സാമുവൽ ടൈലർ കോൾറിഡ്ജിൻ്റെയും കൊളാബറേറ്റീവ് വർക്ക്സായി, അതായത് ഈ രണ്ട് കവികളുടെയും കവിതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്യുന്നത് 1798. ലിറിക്കൽ ബാലഡ്സിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ്, റൊമാൻറ്റിക് റിവൈവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ, ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അതിന് മുൻപുള്ള ഏജ് ആണെങ്കിൽ ഓരോ ഏജും തൊട്ട് മുൻപുള്ള ഏജിനോടുള്ള ഒരു റിയാക്ഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിന് മുൻപുള്ള ഏജിൽ ലാംഗ്വേജ്, ഭാഷയ്ക്കും ഡിക്ഷൻസ് യൂസ് ചെയ്തിട്ടും ഒരുപാട് ഫ്രേസിയോളജീസ് യൂസ് ചെയ്തും എല്ലാം, അതുപോലെ ഹീറോസിനെയും ഗോഡിനെയും നോബിൾ മെന്നെല്ലാം പ്രകീർത്തിച്ചുകൊണ്ടുള്ള വരികൾ എല്ലാമാണ് കാവ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക, ഇംഗ്ലീഷ് കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഇവിടെ വേർഡ്സ്വർത്തും കോൾറിഡ്ജും അവരുടെ കുറച്ച് പോയംസ് പബ്ലിഷ് ചെയ്യുകയും പിന്നീട് 1798 ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1800 ഒരു പ്രിഫസ് ആഡ് ചെയ്യുകയും ചെയ്യുന്നു ഈ ലിറിക്കൽ ബാലഡ്സിൽ. ഈ പ്രിഫസിൽ അവർ അവരുടെ പോയട്രിയെക്കുറിച്ചുള്ള കോൺസെപ്റ്റും റൊമാൻറ്റിക് മാനിഫെസ്റ്റോ അഥവാ റൊമാൻറ്റിക് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള തിയറീസും എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നു. സോ ലിറിക്കൽ ബാലഡ് 1798 പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു. ഇവിടെ വേർഡ്സ്വർത്തിൻ്റെ 19 പോയംസും കോൾറിഡ്ജിൻ്റെ 4 പോയംസുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ലിറിക്കൽ ബാലഡ്സിനോട് അനക്സ് ചെയ്തിട്ടുള്ള 2 വർഷത്തിന് ശേഷം 1800 അനക്സ് ചെയ്തിട്ടുള്ള പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സിനെ റൊമാൻറ്റിസിസത്തിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ട് തന്നെയാണ് കരുതുന്നത്. കോൾറിഡ്ജിൻ്റെ 4 പോയമാണുള്ളതെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ദ റൈം ഓഫ് ദ ആൻഷ്യൻ മാരിനർ എന്ന പോയം തന്നെയാണ്. സോ വേർഡ്സ്വർത്തും കോൾറിഡ്ജും പറഞ്ഞു പോയട്രി എഴുതേണ്ടത്, കവിത എഴുതേണ്ടത് ഡിക്ഷൻ അല്ലെങ്കിൽ ഹൈ സൗണ്ടിങ് ലാംഗ്വേജസിലോട്, അല്ലെങ്കിൽ ഒരു പോയറ്റിൻ്റെ ഭാഷയിലുള്ള പ്രാവീണ്യം കാണിക്കാൻ ഉള്ള ഒരു അവസരമായിട്ട് പോയട്രി റൈറ്റിങ്ങിനെ കാണരുത്. പകരം സാധാരണക്കാരുടെ ഭാഷയിൽ പോയട്രി ഷുഡ് ബി കമ്പോസ്ഡ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് മാൻ സ്പീക്കിംഗ് ടു മെൻ, അല്ല എവറിഡേ ലാംഗ്വേജിലാണ് പോയട്രി കമ്പോസ് ചെയ്യേണ്ടത് എന്നും വേർഡ്സ്വർത്തും കോൾറിഡ്ജും പറഞ്ഞു. അങ്ങനെ ഒരുപാട് പോസ്റ്റുലേറ്റ്സ് അവർ പറയുന്നുണ്ട്. സോ പുവർ പീപ്പിളുടെ ലൈഫിൽ നിന്നും ഒത്തൻറ്റിക്കായി അവരുടെ എക്സ്പ്രഷനിൽ നിന്നുമുള്ള ലിവിങ് വോയിസും വൈറ്റാലിറ്റിയും ഒക്കെയാണ് പോയട്രിക്ക് വേണ്ടത് എന്നാണ് വേർഡ്സ്വർത്തും കോൾറിഡ്ജും സമർത്ഥിക്കുന്നത്. ഇനി റൊമാൻറ്റിസിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ഫ്രഞ്ച് റവല്യൂഷൻ്റെ നുമായി ചേർന്ന് വരുന്ന ഒരു മൂവ്മെൻറ്റാണ്. ഫ്രഞ്ച് റവല്യൂഷൻ മുന്നോട്ട് വെച്ച ആശയങ്ങളിലൂടെ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സാധ്യമാകുമെന്ന് ഈ പോയറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ പിന്നീട് ഇതെല്ലാം ഈ റവല്യൂഷൻ എല്ലാം അവർ ഉദ്ദേശിച്ച രീതിയിലല്ല സമൂഹത്തിൽ വർക്കൗട്ട് ആവുന്നതെന്ന് കണ്ട് ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ആ ബ്രൈറ്റ്നെസ് എല്ലാം നഷ്ടപ്പെടുന്നതായിട്ടെല്ലാം പിന്നീട് ഈ കവികൾ മനസ്സിലാക്കുന്നുണ്ട്. സോ റൊമാൻറ്റിസിസം നമുക്കറിയാം റിജിഡ് റൂൾസിൽ നിന്നെല്ലാം മാറി പ്രകൃതിയോടുള്ളൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. പാൻതിയിസം എന്ന ഫിലോസഫി, അതായത് നേച്ചർ വർഷിപ്പ് എന്ന ഫിലോസഫിയും ഈ ഒരു മൂവ്മെൻറ്റിനോട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോൾറിഡ്ജ്, ലോർഡ് ബൈറൺ, പി.ബി. ഷെല്ലി ഇവരെല്ലാം ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആശയങ്ങളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട റൊമാൻറ്റിക് റൈറ്റേഴ്സാണ്. വില്യം വേർഡ്സ്വർത്തിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹം 1770 ഇംഗ്ലണ്ടിലെ കോക്കർമൗത്തിലാണ് ജനിക്കുന്നത്. റൊമാൻറ്റിക് മൂവ്മെൻറ്റിലെ ഒരു കീ ഫിഗറാണ് വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കാണ് ദ പ്രെല്യൂഡ്. പ്രെല്യൂഡ് എന്ന് പറയുന്നത് ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ്. മൾട്ടിപ്പിൾ റിവിഷൻസിന് വിധേയമായിട്ടുള്ള സെമി ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ് ദ പ്രെല്യൂഡ്. വേർഡ്സ്വർത്ത് 1843 മുതൽ അദ്ദേഹത്തിൻ്റെ ഡെത്ത്, അതായത് 1850 അദ്ദേഹം അന്തരിക്കുന്നത് വരെ ഇംഗ്ലണ്ടിലെ പോയറ്റ് ലോറിയേറ്റ് ആയിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സിസ്റ്ററാണ് ഡൊറോത്തി വേർഡ്സ്വർത്ത് എന്നും ഓർക്കുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ റോട്ട് ദ പ്ലേ എ ഡോൾസ് ഹൗസ്? ആൻസർ ഈസ് ഹെൻറിക് ഇബ്സൺ. ഹെൻറിക് ഇബ്സൻ്റെ, നോർവീജിയൻ പ്ലേ റൈറ്റായ ഹെൻറിക് ഇബ്സൻ്റെ വിശ്വപ്രസിദ്ധമായ പ്ലേ ആണ് എ ഡോൾസ് ഹൗസ്. 3 ആക്ട് പ്ലേ ആണ്. 3 ആക്റ്റുകളിലായിട്ടാണ് ഈ പ്ലേ കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഇനി നോർവീജിയൻ ടൗൺ തന്നെയാണ് എ ഡോൾസ് ഹൗസിൻ്റെ സെറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട്. ഹെൽമറുടെ ഫാമിലിയാണ് അവരുടെ ഹൗസ് ഹോൾഡാണ് ഇവിടെ സെറ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഹീറോയിൻ നോറ ഹെൽമർ വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു വൈഫാണ്, മദറാണ്. നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സീക്രറ്റ്സ് പ്ലേ പ്രോഗ്രസ് ചെയ്യുമ്പോഴേക്കും ഈ പ്ലോട്ട് അൺഫോൾഡ് ചെയ്യുന്നു. മാരേജ്, ജെൻഡർ ഇനിക്വാലിറ്റി തുടങ്ങിയ തീംസിനെ
എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു പ്ലേ എന്ന രീതിയിലാണ് ഹെൻറി ഗിബ്സന്റെ എ ഡോൾസ് ഹൗസ് അതിൻ്റെ പ്രസിദ്ധി നേടുന്നത്. സോ നോറ എന്ന സാധാരണ ഹൗസ് വൈഫ് അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസിലൂടെ പലതരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സെൽഫ് ഡിസ്കവറി. അവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് ടുവേഴ്സ് എൻഡ് ഓഫ് ദ പ്ലേ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. സോ ഡോൾസ് ഹൗസ് ഒരു പ്രോട്ടോ ഫെമിനിസ്റ്റ് തീംസ് എല്ലാം എംബഡഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആയതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ സ്റ്റേജ് ചെയ്യപ്പെട്ട കാലഘട്ടത്തിൽ ഒരുപാട് സെൻസേഷൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലേ ആണ് ഹെൻറി ഗിബ്സന്റെ ഡോൾസ് ഹൗസ്. സോ ഈ പ്ലേ ഓപ്പൺ ചെയ്യുന്നത് ഒരു ക്രിസ്മസിൻ്റെ തലേ ദിവസത്തുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നോറയുടെ ലിവിംഗ് റൂം എല്ലാം വളരെ വെൽ ഫർണിഷ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോറയുടെ ഹസ്ബൻഡാണ് ടോർവാൾഡ്. സോ ടോർവാൾഡിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി സീക്രട്ടായിട്ട് ഇല്ലീഗലായിട്ട് ഒരു ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. നോറ വിചാരിക്കുന്നത് ഇത് തിരിച്ചറിയുന്ന സമയത്ത് ടോർവാൾഡ് നോറയുടെ കൂടെ നിൽക്കുമെന്നാണ് നോറ കരുതുന്നത്. പക്ഷേ നോറയുടെ ഹസ്ബൻഡ് വളരെ ക്രൂരമായി തന്നെ നോറയെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ദ സെൻസ് ഇതുപോലെ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നു കഴിഞ്ഞാൽ ഈവൻ ചിൽഡ്രൻ മേ ഗെറ്റ് കറപ്റ്റഡ് എന്ന് പറയുന്നു. ഫോർജറിയാണ് നോറ കമ്മിറ്റ് ചെയ്യുന്ന ക്രൈം. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി ഹസ്ബൻഡിന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞാലും ടോർവാൾഡ് നിഷ്കരുണം നോറയുടെ ഈ ഒരു ആക്ടിനെ അപലപിക്കുകയാണ് ചെയ്യുന്നത്. സോ മാരേജിനെ കുറിച്ചും ജെൻഡർ റോൾസിനെ കുറിച്ചുമൊക്കെയുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും എല്ലാം നോറയുടെ ഈ ഒരു പ്രോട്ടോ ഫെമിനിസ്റ്റ് തീംസ് എംബഡഡ് ആയിട്ടുള്ള ഈ നോറ ക്യാരക്ടറായിട്ട് വരുന്ന നോറ ഹെൽമർ ഹീറോയിനായി വരുന്ന ഈ ഒരു പ്ലേ ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സബ് ടൈറ്റിൽ ഓഫ് മേരി ഷെല്ലീസ് ഫ്രാൻകൻസ്റ്റൈൻ? കഴിഞ്ഞ ക്ലാസ്സിൽ മേരി ഷെല്ലിയുടെ ഫ്രാൻകൻസ്റ്റൈനെ കുറിച്ച് സംസാരിച്ചതാണ്. സ്കിഫി ആണെന്ന് പറഞ്ഞിരുന്നു. ഫ്രാൻകൻസ്റ്റൈൻ്റെ സബ് ടൈറ്റിൽ ദ മോഡേൺ പ്രോമിത്യൂസ് ആണ്. ദ മോഡേൺ പ്രോമിത്യൂസ്. ഗ്രീക്ക് മിത്തോളജിയിലെ ഗ്രീക്ക് ദേവനാണ് പ്രോമിത്യൂസ്. അദ്ദേഹമാണ് ഭൂമിയിൽ ലൈറ്റ് ഓർ ഫയർ കൊണ്ടുവന്നത് എന്നാണ് വിശ്വാസം. അതിൻ്റെ റിസൾട്ടായിട്ട് എറ്റേണൽ പെയിൻ എന്നൊരു പണിഷ്മെൻറ്റിന് ഇദ്ദേഹം വിധേയമാകുകയാണ് ചെയ്യുന്നത്. സോ അദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ പ്രോമിത്യൂസിൻ്റെ ക്രൈം സ്വർഗത്തിൽ നിന്നും ഫയർ എർത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇവിടെ വിക്ടർ ഫ്രാൻകൻസ്റ്റൈൻ ആണെങ്കിൽ നമുക്കറിയാം വളരെ അംബീഷ്യസ് ആയ സയൻറ്റിസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു മോൺസ്റ്ററിന് ലൈഫ് കൊടുക്കുകയാണ്. ഒരു ക്രിയേച്ചറിൻ്റെ റീആനിമേറ്റഡ് ബോഡി പാർട്സ് എല്ലാം കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ സീക്രട്ടായി ഒരു മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോൺസ്റ്റർ അതിൻ്റെ ക്രിയേറ്ററായ വിക്ടറിനെയും അതുപോലെ സമൂഹത്തിനെയും റിജക്റ്റ് ചെയ്തുകൊണ്ട് വളരെ ട്രാജിക് ഫിഗറായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മോൺസ്റ്റർ അവിടെ ഒരു കമ്പാനിയൻഷിപ്പിന് വേണ്ടി പലതരത്തിലുള്ള ടെറേഴ്സും സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ വിക്ടർ ഫ്രാൻകൻസ്റ്റൈൻ്റെ ആക്ഷൻസിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഈ ഒരു ക്രിയേഷൻ എന്ന് പറയുന്ന ആക്ടിൻ്റെ ക്രിയേഷൻ ഓഫ് മോൺസ്റ്റർ എന്ന് പറയുന്ന ആക്ടിൻ്റെ ആ ഒരു പ്രവൃത്തിയുടെ കോൺസിക്വൻസസ് വളരെ ഭീകരമായിരുന്നു. വിക്ടർ ഫ്രാൻകൻസ്റ്റൈൻ്റെ യങ്ങർ ബ്രദറായ വില്യം മർഡർ ചെയ്യപ്പെടുന്നു. സോ മാത്രമല്ല ജസ്റ്റിൻ മോറിറ്റ്സ് ഈ ഒരു മരണത്തിന് റോങ്ലി അക്യൂസ് ചെയ്യപ്പെടുകയും എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സോ ഒരു മോറൽ ഡിലേമ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം മോൺസ്റ്റർ ആവശ്യം ഒരു കമ്പാനിയൻഷിപ്പാണ്. ബിക്കോസ് ഹീ ഈസ് ലോൺലി. സോ ഇവിടെ ഒരു മോറൽ വിക്ടറിനോട് ഒരു കമ്പാനിയനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ മോൺസ്റ്റർ ആവശ്യപ്പെടുന്നത്. വിക്ടർ ഒരു മോറൽ ഡിലേമയിൽ പെടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. സയൻസ്, ഹൊറർ, ഹ്യൂമാനിറ്റി തുടങ്ങിയ തീംസ് എല്ലാം ഇവിടെ ഈ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് അമേരിക്കൻ ഓതർ റോട്ട് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി? സോ വി നോ ദാറ്റ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ വർക്കാണ് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി. സോ ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി 1925 പബ്ലിഷ് ചെയ്യുന്നത്. അമേരിക്കൻ ഡ്രീം ആ ഒരു തീമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. മാത്രമല്ല ജാസ് ഏജിനെ കുറിച്ചും ഗ്രേറ്റ് ഗാറ്റ്സ്ബി ഡിസ്കസ് ചെയ്യുന്നു. സോ ജാസ് ഏജിലാണ് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞു. ഇവിടെ അമേരിക്കൻ ഡ്രീം എന്ന വേർഡ് കോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്യുന്നത് കോയിൻ ചെയ്യുന്നതല്ല, ഹിസ്റ്റോറിയനായ ജെയിംസ് ട്രെസ്ലവ് ആഡംസ് ആണ്. ഈ ഒരു ഫ്രേസ് 1931 ഗ്രേറ്റ് ഡിപ്രഷനോട് കൂടിയാണ് ഈ ഒരു ഫ്രേസിന് അതിന് പ്രൊമിനൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഈ ഒരു ഫ്രേസ് അമേരിക്കൻ ഡ്രീം എന്ന ഫ്രേസ് പോപ്പുലറൈസ് ചെയ്യുന്നത് ജെയിംസ് ട്രെസ്ലവ് ആഡംസ് എന്ന ഹിസ്റ്റോറിയനാണ്. സോ ഇവിടെ സാക്രിഫൈസ്, റിസ്ക് ടേക്കിംഗ്, ഹാർഡ് വർക്ക് ഇതെല്ലാം അമേരിക്കൻ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള മീൻസ് ആണ്. മെറ്റീരിയൽ വെൽത്തിനെയും അതുപോലെ പേഴ്സണൽ ഗ്രോത്ത്, എഡ്യൂക്കേഷൻ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നീ ഐഡിയാസിനെല്ലാം ട്രാൻസെൻഡ് ചെയ്തുകൊണ്ടാണ് അമേരിക്കൻ ഡ്രീം എന്ന കോൺസെപ്റ്റ് വരുന്നത്. എല്ലാ ഇൻഡിവിജ്വലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താവട്ടെ, സോഷ്യൽ ക്ലാസ് ഏതാവട്ടെ, അവർക്ക് ലൈഫിൽ സക്സസ് അച്ചീവ് ചെയ്യാനും ബെറ്റർ ലൈഫിനും വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് അമേരിക്കൻ ഡ്രീം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു അപ്വേർഡ് മൊബിലിറ്റി, പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ്, ഹാപ്പിനെസ് ഇതെല്ലാം അമേരിക്കൻ ഡ്രീമിൻ്റെ എന്ന കോൺസെപ്റ്റിനെ റിവോൾവ് ചെയ്ത് വരുന്ന ഐഡിയാസാണ്.
ഇനി ജാസ് ഏജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൾച്ചറൽ റെവല്യൂഷനാണ് 1920s അമേരിക്കൻ ലിറ്ററേച്ചറിൽ ജാസ് അമേരിക്കൻ ലിറ്ററേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കൾച്ചറൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റെവല്യൂഷനാണ് ജാസ് ഏജ്. ജാസ് എന്ന് പറയുന്നത് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ടേമാണ്. സോ ഇവിടെ റൈറ്റേഴ്സ് ഈ ജാസ് ഏജിലെ വൈബ്രേഷൻ ഉൾക്കൊണ്ട് എഴുതിയ റൈറ്റേഴ്സാണ് ഫിറ്റ്സ് ജെറാൾഡ്, ഏണസ്റ്റ് ഹെമിംഗ്വേ, ലാൻസ്റ്റൺ ഹ്യൂക്സ് പോലുള്ള റൈറ്റേഴ്സ്. സോ ഇവിടെ നമുക്ക് സൊസൈറ്റൽ ഷിഫ്റ്റ്സ് എല്ലാം ഇവരുടെ റൈറ്റിങ്സിൽ കാണാൻ സാധിക്കും. സ്റ്റോറി ടെല്ലിംഗ് നോംസിലെല്ലാം ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് ജാസ് മ്യൂസിക്, പ്രൊഹിബിഷൻ, അങ്ങനെ ഒരുപാട് തീംസ് അവരുടെ നറേറ്റീവ്സിൽ ഇൻ്റർട്വിൻഡ് ആയിട്ട് വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. സോ ജാസ് ഏജ് 1920s 1930s എല്ലാം ഉള്ള ആ വൈബ്രൻറ്റ് പീരീഡിനെയാണ് പറയുന്നത്. അവിടെ ജാസ് മ്യൂസിക്കും ഡാൻസ് സ്റ്റൈൽസും എല്ലാം ലോകം മുഴുവൻ പോപ്പുലാരിറ്റി നേടിയ ഒരു കാലഘട്ടമായിരുന്നു ജാസ് ഏജ്. ഇനി ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബിയിലേക്ക് വരുമ്പോൾ നമുക്കവിടെ 2 ക്യാരക്ടേഴ്സിനെയാണ് ഇമ്പോർട്ടൻ്റ് ആയി കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഡെയ്സി ബുച്ചാൻ ആൻഡ് നെക്സ്റ്റ് ഈസ് ജെ ഗാറ്റ്സ്ബി. ഗാറ്റ്സ്ബി എന്ന് പറയുന്നത് ഒരു മില്യനെയർ ആണ്. ഡെയ്സി ആണെങ്കിൽ ടോം ബുച്ചാനം അദ്ദേഹത്തിൻ്റെ വൈഫാണ്. ബട്ട് ജെ ഗാറ്റ്സ്ബി വാസ് ഇൻ ലവ് വിത്ത് ഡെയ്സി ബുച്ചാനം ഈവൻ ബിഫോർ ദെയർ മാരേജ്. സോ ഗാറ്റ്സ്ബി ഡെയ്സി ടോം ബുച്ചാനത്തിൻ്റെ വീടിൻ്റെ നെയ്ബറാണ്. ഇവിടെ ഒരുപാട് എക്സ്ട്രാവജൻറ്റ് പാർട്ടീസ് എല്ലാം ത്രോ ചെയ്യും ഡെയ്സിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. ഡെയ്സി ടോമുമായി മാരീഡ് ആണെങ്കിലും എങ്കിൽ കൂടെ ഡെയ്സിയെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗാറ്റ്സ്ബിയുടെ എയിം. സോ വെൽത്ത്, ലവ്, അമേരിക്കൻ ഡ്രീം, അഗൈൻ ഈ ഒരു തീംസിനെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ നോവൽ പ്രോഗ്രസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി. നൗ 6th question. In what year was the first edition of Oxford English Dictionary published? Answer is 1884. സോ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഹിസ്റ്ററി പബ്ലിഷ് ചെയ്യുന്ന കോംപ്രിഹെൻസീവായ അതോറിറ്റീവ് ഡിക്ഷണറിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത്. അത് പബ്ലിഷ് ചെയ്യുന്ന വർഷം 1884 ആണ്. ഇംഗ്ലീഷ് ഡിക്ഷണറീസിൻ്റെ പബ്ലിക്കേഷൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഡിക്ഷണറീസ് എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷിലേക്കുള്ള ലാറ്റിൻ വേർഡ്സിൻ്റെ ട്രാൻസ്ലേഷൻ ആയിരുന്നു. പിന്നീട് ജോൺ ഓഫ് ഗാർലൻഡ് അദ്ദേഹത്തിൻ്റെ വർക്ക് 1220 പബ്ലിഷ് ചെയ്യുന്നു. ആ ബുക്കിൻ്റെ പേരാണ് ഡിക്ഷണോനാറിസ്, DICTIONARIUS. ഇവിടെ ലാറ്റിൻ ഡിക്ഷൻ ഉണ്ടായിരുന്നു. അത് ഈ ഒരു വേർഡിൽ നിന്നാണ് പിന്നീട് ഡിക്ഷണറി എന്നൊരു വേർഡ് എന്ന കോൺസെപ്റ്റ് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമായിട്ടുള്ള പ്യുവർലി ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന് പറയുന്നത്, ആദ്യത്തെ പ്യുവർലി ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന് പറയുന്നത് റോബർട്ട് കൗഡ്രയുടെ എ ടേബിൾ ആൽഫബറ്റിക്കൽ 1604 പബ്ലിഷ് ചെയ്യുന്ന ഈ ടേബിൾ ആൽഫബറ്റിക്കലാണ്. 3000 വേർഡ്സ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. 18th സെഞ്ച്വറിയോടുകൂടി ഡിക്ഷണറീസിൽ പ്രൊനൗൺസിയേഷൻസും എറ്റിമോളജീസും പാർട്സ് ഓഫ് സ്പീച്ച് എല്ലാം ഇൻക്ലൂഡഡ് ആവാൻ തുടങ്ങി. നമുക്കറിയാം സാമുവൽ ജോൺസന്റെ ഡിക്ഷണറിയുടെ കാര്യം. ജോൺസൺസ് ഡിക്ഷണറി ഈസ് ഫേമസ്. സാമുവൽ ജോൺസന്റെ ഡിക്ഷണറി പബ്ലിഷ് ചെയ്യുന്നത് 1755 നമുക്കറിയാം. സോ സാമുവൽ ജോൺസന്റെ ഡിക്ഷണറിയുടെ പേര് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ്. ഇംഗ്ലീഷ് ലെക്സിക്കോഗ്രഫിയുടെ ഹിസ്റ്ററിയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയ റോളാണ് ഈ വർക്കിനുള്ളത്. 1755 ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സാമുവൽ ജോൺസന്റെ ഡിക്ഷണറി അതിൻ്റെ പ്രിസിഷൻ്റെ പേരിലാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം അതിൽ ഡീറ്റെയിൽ ഡെഫിനിഷൻസും എറ്റിമോളജീസും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സോ സാമുവൽ ജോൺസന്റെ ഡിക്ഷണറി പബ്ലിഷ് ചെയ്ത ഇയർ ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നോവ വെബ്സ്റ്ററുടെ അമേരിക്കൻ ഡിക്ഷണറിയാണ് 1828 പബ്ലിഷ് ചെയ്തത്. ഇത് അമേരിക്കൻ ഇംഗ്ലീഷിന് അതിൻ്റെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി കൊടുക്കാൻ സഹായിച്ച ഒരു വർക്കായിരുന്നു നോവ വെബ്സ്റ്ററുടെ അമേരിക്കൻ ഡിക്ഷണറി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിക്ഷണറീസ്. നെക്സ്റ്റ് ഈസ് വിച്ച് ക്യാരക്ടർ ഇൻ ഷേക്സ്പിയർസ് ഹാംലെറ്റ് സീസ് ടു ബി ഓർ നോട്ട് ടു ബി? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. സോ ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇത് പറയുന്നത് ഹാംലെറ്റ് തന്നെയാണ്. ടൈറ്റുലർ ക്യാരക്ടറായ ഹാംലെറ്റ് തന്നെയാണ് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന ഫേമസ് ആയ ഈ ഒരു കോട്ട്സ് അക്ടർ ചെയ്യുന്നത്. സോ ഹാംലെറ്റിൻ്റെ എക്സിസ്റ്റൻഷ്യൽ ഡിലേമയെ കാണിക്കുന്ന, കൺഫ്യൂഷനെ കാണിക്കുന്ന ഒരു സോളിലോക്കിയാണ്. അദ്ദേഹത്തിൻ്റെ ഹാംലെറ്റിൻ്റെ സോളിലോക്കിയാണ് ടു ബി ഓർ നോട്ട് ടു ബി. ഇത് ആക്ട് 3 Scene 1 നമുക്ക് ഈ ഒരു സോളിലോക്കി അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ ലൈഫിലെ സ്ട്രഗിൾസ്, അതുപോലെ ഡെത്ത്, സ്വന്തം എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള കണ്ടംപ്ലേഷൻ, ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നർ കൺഫ്യൂഷൻസും ടെർമോയിൽസും എല്ലാം കാണിക്കുന്ന, റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സോളിലോക്കിയാണ് ടു ബി ഓർ നോട്ട് ടു ബി. സോ ഇതൊരു യൂണിവേഴ്സൽ തീം തന്നെ, യൂണിവേഴ്സൽ തീം ഈ ഒരു ഫ്രേസിൽ ഉണ്ട്. കാരണം ഈ ഒരു പേഴ്സണൽ സ്ട്രഗിളും ഡിലേമയും ഓൾമോസ്റ്റ് എല്ലാ ഹ്യൂമൻ ബീങ്സും ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ഇനി ഹാംലെറ്റിൻ്റെ പ്ലോട്ട് നമുക്ക് സീനിയർ ഹാംലെറ്റിൻ്റെ മർഡർ ആണ് ഇതിനോടനുബന്ധിച്ച് ഉള്ള ഇവൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സീനിയർ ഹാംലെറ്റിൻ്റെ ഗോസ്റ്റ്
ജൂനിയർ ഹാംലെറ്റ് അതായത് പ്രിൻസ് ഹാംലെറ്റിനോട് ക്ലോഡിയസ് അദ്ദേഹത്തിൻ്റെ ബ്രദറായ ക്ലോഡിയസ് സീനിയർ ഹാംലെറ്റിൻ്റെ ബ്രദറായ ക്ലോഡിയസ് ആണ് അദ്ദേഹത്തെ മർഡർ ചെയ്തതെന്ന് റിവീൽ ചെയ്യുന്നു. ഇപ്പോൾ ഡെൻമാർക്ക് റൂൾ ചെയ്യുന്നത് ക്ലോഡിയസ് ആണ്. ക്ലോഡിയസ് സീനിയർ ഹാംലെറ്റിൻ്റെ വൈഫിനെ തന്നെയാണ് മാരി ചെയ്യുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് യൂണിവേഴ്സിറ്റി സ്കോളറായ പ്രിൻസ് ഡെൻമാർക്ക് ഫ്രജൈലിറ്റി ദൈ നെയിം ഈസ് വുമൺ എന്ന് പറയുന്ന കോട്ട് പറയുന്നത്. കാരണം അദ്ദേഹം അവിടെ അപ്പിയർ ചെയ്യുന്നത് ഫാദറിൻ്റെ ഡെത്ത് സെറിമണീസിൽ പങ്കെടുക്കാനാണോ അതോ വൈഫിൻ്റെ മദറിൻ്റെ മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണോ എന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. സോ മോർണിംഗ് ഡേയ്സിൽ തന്നെ സീനിയർ ഹാംലെറ്റിൻ്റെ മോർണിംഗ് ഡേയ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ സീനിയർ ഹാംലെറ്റിൻ്റെ വൈഫ് ക്ലോഡിയസുമായി ഉള്ള മാരിറ്റൽ റിലേഷൻഷിപ്പിൽ എൻഗേജ് ആവുകയായിരുന്നു ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിൻസ് ഹാംലെറ്റിൻ്റെ ട്രാജിക് ഫ്ലോ ക്യാരക്ടറിലെ ഫ്ലോ എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷനാണ്. അദ്ദേഹത്തിന് റിവെഞ്ച് എടുക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും ആ അവസരങ്ങളെയെല്ലാം പോസ്റ്റ്പോൺ ചെയ്യുകയാണ്, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുകയാണ് ജൂനിയർ ഹാംലെറ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം റോസൻക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റേൺ ആർ ഡെഡ് എന്ന് പറയുന്ന ടോം സ്റ്റോപ്പാർഡിൻ്റെ പ്ലേ. റോസൻക്രാൻസും ഗിൽഡൻസ്റ്റേണും ഈ ഹാംലെറ്റിലെ മൈനർ ക്യാരക്ടേഴ്സ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടോം സ്റ്റോപ്പാർഡിൻ്റെ ക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റേൺ ആർ ഡെഡ് എന്ന എക്സിസ്റ്റൻഷ്യലിസ്റ്റ് തീമുള്ള അബ്സേർഡിസ്റ്റ് പ്ലേ ടോം സ്റ്റോപ്പാർഡ് എഴുതിയിട്ടുള്ളത് എന്നും ഓർക്കുക. സോ ഹാംലെറ്റ് ഈ ഒരു പ്ലേ മിമിക് ചെയ്തുകൊണ്ട് അതിനെയാണ് മൗസ് ട്രാപ്പ് പ്ലേ എന്ന് പറയുന്നത്. മർഡർ ഓഫ് ഗോൺസാഗോ ഒരു സബ്പ്ലോട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മർഡർ ഓഫ് ഗോൺസാഗോ എന്ന് പറയുന്ന ഒരു പ്ലേ അത് ഓർഗനൈസ് ചെയ്യുന്നത് പ്രിൻസ് ഹാംലെറ്റ് തന്നെയാണ്. ഈ പ്ലേ കാണുന്ന സമയത്ത് ക്ലോഡിയസിന് അദ്ദേഹത്തിൻ്റെ ഗിൽറ്റിനെ കുറിച്ച് ഓർമ്മ വരികയാണ് ചെയ്യുന്നത്. സോ ഗിൽറ്റി ഫീലിംഗ് ക്ലോഡിയസിൻ്റെ ഫേസിൽ നിന്ന് ഹാംലെറ്റ് വായിച്ചെടുക്കുകയും ക്ലോഡിയസ് തന്നെയാണ് സീനിയർ ഹാംലെറ്റിനെ തൻ്റെ ഫാദറിനെ മർഡർ ചെയ്തത് എന്ന് അദ്ദേഹം അഫേം ചെയ്യുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു. ക്ലോഡിയസ് ഹാംലെറ്റിനെ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹാംലെറ്റിനെ മർഡർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് മൈനർ ക്യാരക്ടേഴ്സായ റോസൻക്രാൻസും ഗിൽഡൻസ്റ്റേണും ഹാംലെറ്റിനെ അക്കമ്പനി ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ഉള്ള ഇവൻസിൻ്റെ റിസൾട്ടായി ഹാംലെറ്റ് രക്ഷപ്പെടുകയും റോസൻക്രാൻസും ഗിൽഡൻസ്റ്റേണും മർഡർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഹാംലെറ്റിൻ്റെ ലവറായിട്ട് വരുന്നത് ഒഫീലിയ. പിന്നീട് ഓർഫീലിയ മാഡ് ആവുകയും ഡ്രൗൺ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓർഫീലിയയുടെ ഫാദറാണ് പൊളോണിയസിൻ്റെതായ ഒരുപാട് ഫേമസ് കോട്ട്സ് എല്ലാം നമുക്ക് ഹാംലെറ്റിൽ കാണാൻ സാധിക്കും. ഓർഫീലിയയുടെ ബ്രദറായ ലയേർട്ടസ് പൊളോണിയസിൻ്റെയും അതുപോലെ തന്നെ ഓർഫീലിയയുടെയും മരണത്തിന് ഉത്തരവാദിയായി ഹാംലെറ്റിനെ കണക്കാക്കുകയും ക്ലോഡിയസ് ലയേർട്ടസിനെ ഹാംലെറ്റിനോട് റിവെഞ്ച് ചെയ്യാൻ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് നമുക്ക് മൾട്ടിപ്പിൾ ഡെത്ത്സോട് കൂടി ഒരു ഡ്വെല്ലിന് ശേഷം ഈ കഥ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹാംലെറ്റും ടുവേഴ്സ് ദെൻ മർഡർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹാംലെറ്റ്. ഹാംലെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് ഹൂ റോട്ട് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ. വി നോ മാർക്ക് ട്വെയിൻ്റെ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ ഫേമസ് ആയ ഒരു അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ ഭാഗമായ വർക്കാണ്. സോ ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1884. അമേരിക്കൻ ലിറ്ററേച്ചറിൽ വളരെ സെമിനൽ ആയിട്ടുള്ള ഒരു വർക്കാണ് മാർക്ക് ട്വെയിനിൻ്റെ ഹക്കിൾബറി ഫിൻ. സോ നമുക്കറിയാം ഹക്കിൾബറി ഫിൻ എന്ന് പറയുന്നത് ഒരു പുവർ ബോയ് ആണ്. മിസിസിപ്പി റിവറിൻ്റെ തീരത്ത് താമസിക്കുന്ന സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ താമസിക്കുന്ന വളരെ പുവർ ആയൊരു ബോയ് ആയിരുന്നു ഹക്കിൾബറി ഫിൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ടോം സോയറുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അഡ്വഞ്ചറിൻ്റെ റിസൾട്ടായി ഒരുപാട് വെൽത്ത് എല്ലാം ഹക്കിൾബറി ഫിൻ അക്വയർ ചെയ്യുന്നു. ഹക്കിൾബറി ഫിന്നിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഹക്ക് എന്ന് വിളിക്കാം. ഹക്കിൻ്റെ അബ്യൂസീവ് ഫാദറാണ് പാപ്പ്. ഹക്കിൽ നിന്നും ഒരുപാട് പണം ആവശ്യപ്പെടുന്നു. പാപ്പിൻ്റെ ഈ വയലൻസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം മരണം ഫേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജാക്സൺസ് ഐലൻഡിൽ ഹൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഐലൻഡിൽ വെച്ചാണ് ജിം എന്ന് പറയുന്ന ഒരു റണ്ണവേ ഓടി രക്ഷപ്പെട്ട ഒരു സ്ലേവിനെ പരിചയപ്പെടുന്നത്. ഈ സ്ലേവിൻ്റെ ഓണർ എന്ന് പറയുന്നത് മിസ് വാട്സൺ ആയിരുന്നു. സോ എൻസ്ലേവ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജിം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അത് മാത്രമല്ല എൻസ്ലേവ്മെൻറ്റിൽ നിന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നുള്ള സെപ്പറേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ കൂടിയാണ് ജിം ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് മിസിസിപ്പി റിവറിലൂടെ ഹക്കും ജിമ്മും ഒരുമിച്ച് ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ചലഞ്ചസും ഡേഞ്ചറസ് സിറ്റുവേഷനെല്ലാം ഇവർ ത്രൈവ് ചെയ്യുന്നു. സോ ഇതെല്ലാമാണ് മാർക്ക് ട്വെയിനിൻ്റെ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ട്വിൻ എന്ന വർക്കിൽ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ സെറ്റിംഗ് ഓഫ് ഹാപ്പർലീസ് നോവൽ ടു കിൽ എ മോക്കിംഗ് ബേർഡ്. സോ ഹാപ്പർലിയുടെ ടു കിൽ എ മോക്കിംഗ് ബേർഡിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് അലബാമയിലെ മേക്കോബ്, അലബാമ. സോ 1960 ടു കിൽ എ മോക്കിംഗ് ബേർഡ് ഹാപ്പർലി പബ്ലിഷ് ചെയ്യുന്നത്. ഫിക്ഷണൽ ടൗണായ മേക്കോബ് ആണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അഗൈൻ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ടൈമിലാണ് ഈ ഒരു കഥ നടക്കുന്നത്, സ്റ്റോറി നടക്കുന്നത്. റേഷ്യൽ ഇൻജസ്റ്റിസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ് ഹാപ്പർലിയുടെ ടു കിൽ എ മോക്കിംഗ് ബേർഡ്.
സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്കൗട്ട് ഫിഞ്ച് ആണ് ഇതിലെ നറേറ്റർ. സ്കൗട്ട് ഫിഞ്ച് ജീവിക്കുന്നത് ജം എന്ന് പറഞ്ഞാൽ സ്കൗട്ട് ഫിഞ്ചിൻ്റെ ബ്രദറാണ്. ബ്രദറിൻ്റെ കൂടെയും അതുപോലെ ഫാദർ ആറ്റിക്കസിൻ്റെ കൂടെയുമാണ്. സോ ഹിസ് വിഡൗട്ട് ഫാദർ ഈസ് ആറ്റിക്കസ്. സ്കൗട്ട് വിറ്റ്നസ് ചെയ്യുന്നത് അദ്ദേഹം ടോം റോബിൻസൺ എന്ന ഒരു ബ്ലാക്ക് മാനെ ഡിഫെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ടോം റോബിൻസനെ ഒരു വൈറ്റ് വുമനെ റേപ്പ് ചെയ്തു എന്നൊരു ഫോൾസ് അക്യൂസേഷൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നോവൽ. സോ ഇവിടെ റേഷ്യലായ ഇഷ്യൂസും വളരെ അൺജസ്റ്റ് ആയ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചെല്ലാം ഈ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നു. മൊറാലിറ്റിയെക്കുറിച്ചും എല്ലാം ഈ ടു കിൽ എ മോക്കിംഗ് ബേർഡ് ഹാർപ്പർ ലീയുടെ ഈ ഒരു വർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് വിച്ച് എപ്പിക് പോയം ഈസ് കൺസിഡേർഡ് ദ നാഷണൽ എപ്പിക് ഓഫ് ആൻഷ്യൻ റോം. ആൻഷ്യൻ റോമിൻ്റെ നാഷണൽ എപ്പിക് എന്നറിയപ്പെടുന്നത് വിർജിലിൻ്റെ ഈനിയഡ് എന്ന പോയമാണ്, എപ്പിക് പോയമാണ്. സോ ട്രോജൻ ഹീറോ ആയ ഈനിയസിൻ്റെ ജേർണിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ചും എല്ലാം പറയുന്നതാണ് വിർജിലിൻ്റെ ദ ഈനിയഡ്. എന്താണ് ട്രോജൻ വാർ? ട്രോജൻ വാർ ട്രോജൻ പ്രിൻസായ പാരിസ് സ്പാർട്ടയിലെ ക്വീനായ ഹെലനെ, മെനേലസിൻ്റെ വൈഫായ ഹെലനെ അബ്ഡക്റ്റ് ചെയ്യുന്നതോടുകൂടിയാണ് ഈ ഒരു ട്രോജൻ വാർ നടക്കുന്നത്. അതായത് ട്രോജൻസും ഗ്രീക്കുകാരും തമ്മിൽ നടക്കുന്ന ഒരു വാറാണ് ട്രോജൻ വാർ. ഇതിൻ്റെ ബാക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് അബ്ഡക്ഷൻ ഓഫ് ഹെലൻ, വൈഫ് ഓഫ് മെനലസ്, ബൈ പാരിസ് ഓഫ് ട്രോയ്. ട്രോജൻ രാജകുമാരനായ പാരിസ് സ്പാർട്ടയിലെ രാജാവായ മെലനസിൻ്റെ വൈഫായ ഹെലനെ അബ്ഡക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഗ്രേഷ്യൻസും ട്രോജൻസും തമ്മിൽ നടക്കുന്ന ഈ ഒരു വാറിനെ തന്നെയാണ് ട്രോജൻ വാർ എന്ന് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നത്. ലെജൻസും ഗ്രീക്ക് ഗോഡ്സ് എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വാറാണ്, എപ്പിക് ബാറ്റിൽ തന്നെയാണ് ട്രോജൻ വാർ. ഹോമറിൻ്റെ ഇലിയഡിൻ്റെയും ഒഡീസയുടെയും തീമും ഈ ട്രോജൻ വാർ തന്നെയാണ്. സോ ട്രോജൻ വാറിലെ ഒരു വാർ ഹീറോ ആണ് ഈനിയസ്. ഈനിയസ് ഒരു ട്രോജൻ പ്രിൻസ് ആണ്. വീനസിൻ്റെ സണ്ണാണ്. ട്രോജൻ സിറ്റി ബേൺ ചെയ്യുന്നു. ഗ്രീക്കുകാർ ഹെലനെ വീണ്ടെടുക്കുകയും പിന്നീട് ട്രോജൻ സിറ്റി അവർ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു, ബേൺ ചെയ്യുന്നു. സോ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ആളാണ് ഈനിയസ് എന്ന ട്രോജൻ ഹീറോ. സോ ഈനിയസും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫെലോ ട്രോജൻസ്, കൂടെയുള്ള ട്രോജൻസ് എല്ലാം കാർത്തേജിലെത്തുകയും അവിടെ ക്വീൻ ഡിഡോ ഇവരെ വെൽക്കം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഈനിയസ് ഒരുപാട് ട്രയൽസിനെല്ലാം ഇദ്ദേഹം റീകൗണ്ട് ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലുള്ള ചലഞ്ചസിലൂടെ എല്ലാമാണ് ഈ വാർ ടൈമിൽ അദ്ദേഹം കടന്നു പോയത് എന്ന് പറയും. അതായത് ട്രോയ് എന്ന സിറ്റിയുടെ ഫോളും എല്ലാം അദ്ദേഹം റീകൗണ്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാർത്തേജിലെ ഡിഡോ എന്ന ക്വീനുമായിട്ടുള്ള ഈനിയസിൻ്റെ പാഷനേറ്റ് ആയ ഒരു റിലേഷൻഷിപ്പാണ്. സോ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന് എഗനിസ്റ്റ് ആയിട്ട് ഗോഡ്സ് ഈനിയസിനെ അവൻ്റെ ജന്മത്തിൻ്റെ ഡെസ്റ്റിനിയുടെ ഉദ്ദേശം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്വീൻ ഓഫ് കാർത്തീസ്, ദാറ്റ് ഈസ് ഡിഡോ, അവരുടെ ലൈഫ് എൻഡ് ചെയ്യുകയാണ്. കാരണം ഈനിയസിൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് റോമിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഈനിയസ് അതിനുവേണ്ടി പുറപ്പെടുന്നതോടുകൂടി ഹാർട്ട് ബ്രോക്കണായി ഡിഡോ എൻഡ്സ് ഹെർ ലൈഫ്. സോ ഇത്തരത്തിലാണ് ഈ ഒരു ഇതിൻ്റെ വിർജിലിൻ്റെ ഈനിയഡിൽ ഇനി ഒരുപാട് ഇവൻറ്റ്സ് വരുന്നുണ്ട്, ബിക്കോസ് ഇറ്റ്സ് ഒരു എപ്പിക് പോയമാണ്. സോ യു ക്യാൻ സി ലോട്ട് ഓഫ് ഇവൻറ്റ്സ് ലൈക്ക് സിസിലിയുടെയും അണ്ടർവേൾഡിൻ്റെയും ഇറ്റലിയിൽ അറൈവ് ചെയ്യുന്നതിൻ്റെയും ഈനിയസിൻ്റെ ഡ്യൂട്ടി, ഡിപ്പാർച്ചർ, ഇത്തരത്തിലുള്ള ഒരുപാട് തീംസ്, സ്റ്റോറീസ്, പ്ലോട്ട്സ് എല്ലാം നമുക്ക് എപ്പിക് പോയത്തിൽ, വിർജിലിൻ്റെ എപ്പിക് പോയത്തിൽ കാണാൻ സാധിക്കും. സോ this is considered as Virgil's Aeneid is considered as Rome's national epic. Now 11th question is, who is the author of Wuthering Heights? എമിലി ബ്രോണ്ടയുടെ വർക്കാണ് വുതറിംഗ് ഹൈറ്റ്സ്. ഫേമസ് ആയ വർക്കാണ് വുതറിംഗ് ഹൈറ്റ്സ്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ വർക്ക് എഴുതുകയും പബ്ലിഷ് ചെയ്യുന്നത് റയർ ആയിരുന്നു. അതിനുള്ളൊരു സാമൂഹ്യമായ അവസ്ഥയായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഈ ടൈമിലാണ് 19th സെഞ്ച്വറിയിൽ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് സ്യൂഡോണിം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഫേമസ് ആയ ഈ വർക്ക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ബ്രോണ്ടെ സിസ്റ്റേഴ്സിൽ 3 പേരാണ്. അതിൽ ഒരാളാണ് എമിലി ബ്രോണ്ടെ. സോ ഫെമിനിസത്തിൻ്റെ സെക്കൻഡ് വേവ് മൂവ്മെൻറ്റായി അല്ലെങ്കിൽ ഫെമിനിസത്തിൻ്റെ ഭാഗമായി നമ്മൾ സ്യൂഡോണിം അഡോപ്റ്റ് ചെയ്ത് എഴുതുന്ന റൈറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബ്രോണ്ടെ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയാറുണ്ട്. ബ്രോണ്ടെ സിസ്റ്റേഴ്സ്, ഷാർലറ്റ് ബ്രോണ്ടെ ഫസ്റ്റ് വൺ. ഷാർലറ്റ് ബ്രോണ്ടെ അവരുടെ ജെയിൻ എയർ എന്ന് പറയുന്ന നോവലിലൂടെയാണ് ഫേമസ് ആയിട്ടുള്ളത്. ജെയിൻ എയർ നമുക്കറിയാം. സോ ഷാർലറ്റ് ബ്രോണ്ടെയുടെ സ്യൂഡോണിമാണ് കറർബെൽ. ബ്രോണ്ടെ സിസ്റ്റേഴ്സിൽ സെക്കൻഡ് വൺ ആണ് എമിലി ബ്രോണ്ടെ. എമിലി ബ്രോണ്ടെയുടെ ഐക്കോണിക് വർക്ക് ഗോതിക് നോവലായ വുതറിംഗ് ഹൈറ്റ്സ് ആണ്. എമിലി ബ്രോണ്ടെയുടെ സ്യൂഡോണിമാണ് എലിസ്ബെൽ. ഇനി തേർഡ് വൺ എമംഗ് ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ആൻ ബ്രോണ്ടെ ആണ്. ആൻ്റെ വർക്കാണ് ദ ടെനന്റ് ഓഫ് വൈൽഡ് ഫെൽ ഹാൾ. അവരുടെ ആൻ ബ്രോണ്ടെയുടെ സ്യൂഡോണിം എന്ന് പറഞ്ഞാൽ ഫാൾസ് നെയിം ആണ് ആക്ഷൻ ബെൽ. സോ കറർബെൽ, എലിസ്ബെൽ, ആക്ഷൻ ബെൽ എന്നീ
സ്യൂഡോനിംസിലൂടെയാണ് ഷാർലറ്റ് ബ്രോണ്ടെ, എമിലി ബ്രോണ്ടെ, ആൻ ബ്രോണ്ടെ എന്ന ബ്രോണ്ടെ സിസ്റ്റേഴ്സ് അവരുടെ നോവൽസ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ എമിലി ബ്രോണ്ടെയുടെ വുതറിംഗ് ഹൈറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നത് 1847 സോ വുതറിംഗ് ഹൈറ്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കും മൾട്ടിപ്പിൾ നരേഷൻസ് പ്രോഗ്രസ് ചെയ്യുന്നത് ഒന്നിലധികം ആളുകളുടെ പേഴ്സ്പെക്റ്റീവ്സിലൂടെയാണ്. സോ ജലസി, ഒബ്സഷൻ, റിവെഞ്ച്, ലവ് ഇത്തരത്തിലുള്ള ക്ലാസിക് തീംസ് എല്ലാം വുതറിംഗ് ഹൈറ്റ്സിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമുക്ക് യോർക്ക്ഷയർ മൂർസ്, ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ മൂർസ് എന്ന് ആണ് ഇവിടെ കാണാൻ സാധിക്കും. വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതിലെ കീ ക്യാരക്ടേഴ്സാണ് ഹീത്ത് ക്ലിഫ്. ഒരു ഓർഫൻ ബോയ് ആണ് ഹീത്ത് ക്ലിഫ്. മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ഒരു ഓർഫൻ ബോയ് ആണ് ഹീത്ത് ക്ലിഫ്. ഹീത്ത് ക്ലിഫിനെ ഏൺഷോ ഫാമിലി, മിസ്റ്റർ ഏൺഷോ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വുതറിംഗ് ഹൈറ്റ്സ് ആണ് അവരുടെ മാൻഷൻ്റെ പേര്. വുതറിംഗ് ഹൈറ്റ്സിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ മിസ്റ്റർ ആൻഷോയുടെ ഡോട്ടർ ആയിട്ടുള്ള കാതറിനുമായി ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഹീത്ത് ക്ലിഫ് ഡെവലപ്പ് ചെയ്യുന്നു. അവരുടെ ബോണ്ട് എന്ന് പറയുന്നത് വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ബോണ്ടായിരുന്നു. സോ ദാറ്റ് പക്ഷേ കാതറിൻ ഹീത്ത് ക്ലിഫിന് പകരം ഹീത്ത് ക്ലിഫിന് പകരം മറ്റൊരു എഡ്ഗാർ ലിൻറ്റൺ എന്ന് പറയുന്ന ഒരു ജെൻറ്റിൽമാനെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് മാരേജിന് വേണ്ടി. അതിന് അവർക്ക് കാതറിന് അതിൻ്റേതായ റീസൺസ് ഉണ്ടായിരുന്നു. ആൻഡ് ഹീത്ത് ക്ലിഫിൻ്റെ റിവെഞ്ചാണ് പിന്നീട് ഈ എൻഷോയുടെ ഡെത്തിന് ശേഷം ഹീത്ത് ക്ലിഫിനെ ആ വുതറിംഗ് ഹൈറ്റ്സിലുള്ള മറ്റാളുകൾ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈവൻ കാതറിൻ പോലും ഒരു മൊമെൻറ്റിൽ റിജക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഹീത്ത് ക്ലിഫിൽ വരുന്ന ഒരു റിവെഞ്ചിൻ്റെ വല്ലാത്തൊരു റിവെഞ്ചിൻ്റെ തീമാണ് ഇവിടെ വുതറിംഗ് ഹൈറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ ഹീത്ത് ക്ലിഫ് വുതറിംഗ് ഹൈറ്റ്സിൽ നിന്ന് തിരിച്ചു പോയ ശേഷം പിന്നീട് മടങ്ങി വരുന്നത് വെൽത്തി ആയിട്ടുള്ള ഒരാളായിട്ടായിരുന്നു. അവനോട് റോങ്ഡായി പെരുമാറിയിട്ടുള്ള എല്ലാവരോടും പിന്നീട് നെക്സ്റ്റ് ജനറേഷൻ വരെ ഇദ്ദേഹത്തിൻ്റെ റിവെഞ്ച് നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ്, ഹീസ് മോർ മൈസെൽഫ് ദാൻ ഐ ആം, വാട്ട് എവർ അവർ സോൾസ് ആർ മെയ്ഡ് ഓഫ്, ഹിസ് ആൻഡ് മൈൻ ആർ ദ സെയിം. ഫേമസ് ആയ ഒരു കോട്ടാണ്. നൗ ടെറർ മെയ്ഡ് മീ ക്രൂവൽ. Next, I have not broken your heart, you have broken it, and breaking it, you have broken mine. Next quote is, she burned too bright for this world. ഇതെല്ലാം വുതറിംഗ് ഹൈറ്റ്സിലെ ഫേമസ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. സോ ഐ ആം ഹീത്ത് ക്ലിഫ് എന്ന കാതറിൻ്റെ വേർഡ്സും വളരെ പവർഫുൾ ആയ വേർഡ്സ് ആണ്. സേ ഫോർ എക്സാമ്പിൾ, മൈ ലവ് ഫോർ കാതറിൻ്റെ വേർഡ്സ് ആണ്. മൈ ലവ് ഫോർ ലിൻറ്റൺ ഈസ് ലൈക്ക് ദ foliage in the woods. Foliage means leaves. Time will change it. I am well aware, as winter changes the trees, my love for Heathcliff resembles the eternal rocks beneath, a source of little visible delight, but necessary. Nelly, I am Heathcliff. സോ ഇവിടെ ബിലവഡ് ലവറിനെ കുറിച്ച് പറയുന്നതാണ്. നെല്ലി, ഐ ആം ഹീത്ത് ക്ലിഫ് എന്നാണ് കാതറിൻ പറയുന്നത്. ഹി ഈസ് always in my mind, not as a pleasure any more than I am always a pleasure to myself, but as my own being. So these are all about Wuthering Heights of Emily Bronte. Hope the classes will be useful for you. So thank you.